ഓം ശ്രീ ആഞ്ജനേയ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ വാരഫല വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ അടുത്ത ഒരാഴ്ചത്തെ വാരഫലമാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. 2025 ജൂൺ 29 മുതൽ ജൂലൈ 5 വരെയുള്ള അത്രയും ദിവസത്തെ 27 നക്ഷത്ര ജാതകരുടെ ഫലം കവടി പ്രശ്നത്തിലൂടി മേട രാശി മുതൽ മീനരാശി വരെയുള്ള 12 രാശികൾക്കും ഓരോ തവണ കവടി പ്രശ്നം വെച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാരഫല വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. എന്റെ ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വാരഫല വീഡിയോയിൽ ആദ്യമായി മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മേടക്കൂർ നക്ഷത്ര ജാതകരായ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം. മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കവടിയിൽ കണ്ടതാണ്. അതായത് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നം, നയന സംബന്ധമായിട്ടുള്ള പ്രശ്നം, അതുപോലെ ജോലിയിലുള്ള വിരക്തി, തലവേദന ഉണ്ടാകാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടക്കൂർ നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. മാർക്കറ്റിംഗ് സെക്ടേഴ്സ്, IT മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ജോലിയിലുള്ള ഒരു വിരക്തി ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം വരുന്ന ആഴ്ച കാണിക്കുന്നതാണ്. കുടുംബത്ത് ചെറിയ തോതിലുള്ള സൗന്ദര്യ പിണക്കം, ഒരു ഐശ്വര്യക്കുറവ്, അങ്ങനെയുള്ള വഴക്കിടാനുള്ള ഒരു ടെൻഡൻസി പൊതുവെ മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് സോൾവ് ചെയ്തു പോവുക. നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമാണ്. ഹനുമാൻ സ്വാമി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ ശിവഭഗവാന്റെ അനുഗ്രഹവും നല്ല രീതിയിൽ ഉള്ള ദൈവാധീനമുള്ള ഒരു വാരമാണ്. എങ്കിൽ പോലും അലസത കൂടി നിൽക്കാൻ സാധ്യതയുള്ള ഒരു വാരമാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ജോലി സംബന്ധമായിട്ട് പുറത്തേക്ക് കൂടുതൽ യാത്ര ചെയ്യേണ്ടിയ, അങ്ങനെ യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും ഈ ഒരു ആഴ്ച. അങ്ങനെ കൂടുതൽ വിശ്രമം കിട്ടാനുള്ള സാധ്യതകളൊക്കെ കുറവ്, അങ്ങനെ ഒരു ടയർഡ്നെസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പം ജോലിയിലുള്ള വിരക്തി ഈ ഒരാഴ്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ, വീട് പണി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. ബിസിനസ് സംബന്ധമായിട്ട് വളരെ നല്ല സമയമാണ്. ബിസിനസ് എക്സ്പാൻഷൻ ശ്രമിക്കുന്നവർക്കും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല രീതിയിൽ ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞ സരസ്വതി ദേവി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ നല്ല സമയമാണ്. അതുപോലെ കുടുംബത്ത് പിതാവിന് ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ക്ലേശങ്ങൾ, അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ കാണിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ ഡീലിങ്സിൽ, അങ്ങനെയുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വാരമായിട്ടാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നത്. ഭാഗ്യപരമായിട്ട് നല്ല സമയമാണ്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സിനൊക്കെ നല്ല സമയമാണ് മേടക്കൂർ നക്ഷത്ര ജാതകർക്ക്. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. അപ്പം ശിവ പഞ്ചാക്ഷരവും ഹനുമാൻ ചാലിസയും ജപിക്കുക. നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമാണ്. അടുത്തത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂർ നക്ഷത്ര ജാതകരായ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി നക്ഷത്രം, മകയിരം ആദ്യ പകുതി. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ജോലി സംബന്ധമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. നല്ല രീതിയിലുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷം അത് കിട്ടാനുള്ള പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന വാരഫല വീഡിയോ പൊതുവെയുള്ള നക്ഷത്രഫലം കവടിയിൽ പ്രശ്നം വെച്ച് നോക്കിയപ്പം പൊതുവെയുള്ള നക്ഷത്രഫലമാണ്. എല്ലാവർക്കും ഇത് 100% വർക്കൗട്ട് ആവുമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതികളും അതുപോലെ ദശാസന്ധി, അതിന്റെ അടിസ്ഥാനത്തിലും ഇതിന് തീർച്ചയായിട്ടും ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതാണ്. പൊതുവെ ഈ നക്ഷത്ര ജാതകർക്ക് ഇങ്ങനെയുള്ള ഫലങ്ങളാണ് കാണിക്കുന്നത് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. സരസ്വതി ദേവി കടാക്ഷം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ കുട്ടികൾക്കും കാണിക്കുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അതുപോലെ വിസ സംബന്ധമായിട്ട് ജോലിക്ക് പുറത്തേക്ക് പോകാൻ വിസ കാത്തിരിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. ബുധനാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു പോസിറ്റീവിൽ
പോസിറ്റീവ് നല്ല രീതിയിൽ ആ റിസൾട്ട് കിട്ടാൻ ആ ഒരു ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും തീർച്ചയായിട്ടും നിലനിൽക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അങ്ങനെയുള്ള ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. ചിലവ് നല്ല രീതിയിൽ കൂടി നിൽക്കുന്ന ഒരു വാരമാണ് ഇടവക്കൂർ നക്ഷത്ര ജാതകർക്ക്. അടുത്തതായി മിഥുന കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മിഥുനക്കൂർ നക്ഷത്ര ജാതകരായ മകൈരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം. മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്ക് ആദിത്യ ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് അടുത്ത ഒരു ആഴ്ച. ശത്രുപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം തീർച്ചയായിട്ടും മാറി നിൽക്കുന്നതാണ്. ശത്രുക്കൾ ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. ഔദ്യോഗികപരമായിട്ട് വളരെ നല്ല സമയമാണ്. ജോലി അന്വേഷിക്കുന്നവർക്കും അത് കിട്ടാനുള്ള പൂർണ്ണമായിട്ടുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. കുടുംബത്ത് പിതാവിന് ചെറിയ തോതിലുള്ള ആരോഗ്യ ക്ലേശം ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ പിതാവ് വഴിയുള്ള ബന്ധുക്കൾക്കും അങ്ങനെയുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പണം ഇടപാടുകൾ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത മിഥുനക്കൂർ നക്ഷത്ര ജാതകർക്കും കാണിക്കുന്നുണ്ട്. ബിസിനസ് സംബന്ധമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് എക്സ്പാൻഷന് ശ്രമിക്കുന്നവർക്കും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും അതുപോലെ കാറ് എടുക്കാൻ അങ്ങനെ വാഹനം എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും കൺസ്ട്രക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്കും വീട് പണി അങ്ങനെ കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും വളരെ നല്ല ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന വാരമാണ്. ആദിത്യ മന്ത്രം ദിവസവും ജപിക്കുക. ജപാകുസ്മ സങ്കാശം കാശിപേയ മഹാദിത്യം തമോരും സർവ്വപാപത്നം പ്രണതോസ്മി ദിവാകരം. ആദിത്യ മന്ത്രം ദിവസവും 3 തവണ രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിച്ച് ആദിത്യ മന്ത്രം ജപിക്കുക. പൂർണ്ണമായിട്ടുള്ള ദൈവാധീനമുള്ള ഒരു വാരമാണ് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ആരോഗ്യപരമായിട്ട് തലവേദന, അതുപോലെ കഴുത്തിന് വേദന, തൊണ്ടയ്ക്ക് അസ്വസ്ഥത അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളും മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അങ്ങനെയുള്ള ബാഹ്യപരമായിട്ടുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കർക്കിടകക്കൂർ നക്ഷത്ര ജാതകരായ പുണർദം കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. നിലവിൽ ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറുന്നതാണ്. അതുപോലെ ഗവൺമെന്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനെ ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തവർക്ക് അങ്ങനെ ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരവ് ഉണ്ടാകാനുള്ള ഒരു ഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന വാരമാണ് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. ആരോഗ്യപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. കാൽമുട്ടിന് വേദന, നടു സംബന്ധമായിട്ടുള്ള വേദന, അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള വേദനകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, വായ്ക്കകത്തുണ്ടാവുന്ന അസ്വസ്ഥതകൾ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ശത്രുപരമായിട്ടുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയതായി ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാര രീതി നല്ല രീതിയിൽ ഒന്ന് ആ ഒരു ഭാഷണ രീതി നല്ല രീതിയിൽ നിയന്ത്രിക്കുക. കൂടുതൽ അങ്ങനെ ചൂടാകാനുള്ള സാധ്യതകൾ ഒക്കെ ആ ഒരു കോപം കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. പണം കടം കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കുക. പൂർണ്ണമായിട്ട് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുക. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കൊടുക്കുന്ന കാശ് ചിലപ്പം കിട്ടാനുള്ള സാധ്യത വളരെ വിദൂരമായിരിക്കും. വിദ്യാഭ്യാസപരമായിട്ട് കുട്ടികൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല സമയമാണ്. അതുപോലെ തന്നെ വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ ഒരു വരുന്ന ആഴ്ച ബുധനാഴ്ച വരെ നല്ല സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചെറിയ തടസ്സം കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഈ ഒരാഴ്ച ചെറിയ രീതിയിലുള്ള തടസ്സം ഉണ്ടാകുന്നതാണ്. വിഘ്നേശ്വര പ്രീതി നേടുക. അതുപോലെ കുടുംബ ദേവിയെ കൂടി പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ചിങ്ങക്കൂർ നക്ഷത്ര ജാതകരായ മകം, പൂരം, ഉത്രം കാൽഭാഗം.
ചിങ്ങക്കൂർ നക്ഷത്ര ജാതകർക്ക് നല്ല രീതിയിലുള്ള കുടുംബദേവി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ് വരാൻ പോകുന്നത്. അത് മാത്രമല്ല, വിഷ്ണു ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് സംബന്ധമായിട്ട് ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു വാരമാണ്. നല്ല രീതിയിലുള്ള ബിസിനസ് റിട്ടേൺസ്, അങ്ങനെ ബ്ലോക്കായി കിടന്ന അങ്ങനെയുള്ള എമൗണ്ട്, അങ്ങനെ ഫണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ആയി കിട്ടുന്നതാണ്. ഫിനാൻഷ്യൽ ഡീലിംഗ് എല്ലാം വളരെ ഭദ്രമായിരിക്കും. പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള നല്ല ദൈവാധീനമുള്ള ഒരു വാരമാണ്. ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള നല്ല രീതിയിലുള്ള സരസ്വതി ദേവി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. ആരോഗ്യപരമായിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ കാര്യം തന്നെ ഈ ആഴ്ചയും കാണിക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നയന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉദര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ടെൻഷൻസ്, അങ്ങനെയുള്ള ഓവർ ഫ്രസ്ട്രേഷൻ, ടെൻഷൻസ്, അങ്ങനെ മെന്റൽ സ്ട്രെയിൻ, അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള കൂടുതൽ ടെൻഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയും അത് നിമിത്തം കുടുംബത്ത് ചെറിയ രീതിയിലുള്ള കലഹം ഉണ്ടാകാനുള്ള സാധ്യതയും ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള വഴക്കിനുള്ള സാധ്യത ദമ്പതികൾക്കിടയിൽ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞ് സോൾവ് ചെയ്ത് പോവുക. നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. പ്രത്യേകിച്ച് വിഷ്ണു സഹസ്രനാമം ദിവസവും ജപിക്കുക. അതുപോലെ തന്നെ കുടുംബ ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥനാ വേളയിൽ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുക. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പക്ഷേ വാഹനം ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപകട സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ മുൻപോട്ട് പോകുക. കുടുംബത്ത് മാതാവിന് ചെറിയ രീതിയിലുള്ള ആരോഗ്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. ഭാഗ്യപരമായിട്ട് നല്ല സമയമാണ്. നല്ല രീതിയിൽ ഭാഗ്യം കടാക്ഷിച്ചു നിൽക്കുന്നു. മഹാലക്ഷ്മി ദേവി കടാക്ഷം നല്ല രീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അടുത്തത് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കന്നിക്കൂർ നക്ഷത്ര ജാതകരായ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര പകുതി. കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് അതുപോലെ ഔദ്യോഗികപരമായിട്ടും ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിഘ്നേശ്വര പ്രീതി നേടുക, അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറുന്നതായിരിക്കും. അതുപോലെ കുടുംബദേവി കടാക്ഷം പറ്റുമെങ്കിൽ കുടുംബ ക്ഷേത്രത്തിൽ പോയി യഥാശക്തി വഴിപാട് നടത്തുക, ജസ്റ്റ് ഒന്ന് ദർശനം നടത്തുക. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ വീട് പണിയുന്നവർക്കും വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്കും വളരെ നല്ല ഒരു വാരമാണ്. ബിസിനസ് സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു വാരമാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ധനപരമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകളും പുതിയതായിട്ട് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കന്നിക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ സംസാര രീതി നല്ല രീതിയിൽ ഒന്ന് നിയന്ത്രിക്കുക. ആ ഒരു മിതത്വ ഭാവത്തിൽ സംസാരിക്കുക. കാരണം സംസാരം നിമിത്തം ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത ഔദ്യോഗികപരമായിട്ടും അതുപോലെ കുടുംബ സംബന്ധമായിട്ടും പുതിയ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു വാരം കാണിക്കുന്നതാണ്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന ഒരു വാരമാണ്. അതുപോലെ തന്നെ ഭാഗ്യപരമായിട്ട് ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കന്നിക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. ചിലവുകൾ കൂടി നിൽക്കുന്ന ഒരു വാരമാണ്. അതുപോലെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. പണം പരമാവധി കടം കൊടുക്കുന്നത് ഒന്ന് നിയന്ത്രിക്കുക. അടുത്തത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. തുലാക്കൂർ നക്ഷത്ര ജാതകരായ ചിത്തിര പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് ദൈവാധീനമുള്ള ഒരു വാരമാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള ഒരു ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നു. ജോലിയിലുള്ള നിലവിലുള്ള തടസ്സങ്ങൾ പൂർണ്ണമായിട്ടും മാറുന്നതാണ്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല അനുകൂലമായിട്ടുള്ള വാരമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് ചൊവ്വാഴ്ച ബുധനാഴ്ച വരെ വളരെ നല്ല സമയമാണ്. അതിനുശേഷം ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പെണ്ണ് കാണാൻ പോകുന്നവർക്ക് അങ്ങനെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ബുധനാഴ്ച വരെ നല്ല സമയമാണ് തുലാക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. ഫിനാൻഷ്യലി ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ പ്ലാൻ ചെയ്യുന്നവർ നല്ല രീതിയിൽ ഒന്ന് പ്ലാനിങ് ചെയ്തതിന് ശേഷം മാത്രം അങ്ങനെയുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ബിസിനസ് സംബന്ധമായിട്ട് നല്ല സമയമാണ്. ബിസിനസ് എക്സ്പാൻഷൻ ശ്രമിക്കുന്നവർക്ക്
വളരെ അനുകൂലമായിട്ടുള്ള ഒരു വാരമാണ്. എങ്കിൽ പോലും ഫിനാൻഷ്യൽ ഡീലിംഗ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പുതിയതായി ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത തുലാക്കൂർ നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നു. ആഹാരം പുറത്തുനിന്ന് കഴിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. പുതിയതായിട്ടുള്ള ആഹാരം, അങ്ങനെ പരിചയമില്ലാത്ത ആഹാരം കഴിക്കുന്ന ഒന്ന് ഒഴിവാക്കുക. അങ്ങനെയുള്ള ആഹാര നിമിത്തം ഒരു ഫുഡ് അലർജി രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആരോഗ്യപരമായിട്ട് തൃപ്തികരമായിട്ടൊരു വാരമാണ്. അപ്പം കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കും. നല്ല ഒരു വാരമാണ്. അപ്പം ശത്രുപരമായിട്ടുള്ള തടസ്സം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. വൃശ്ചികക്കൂർ നക്ഷത്ര ജാതകരായ വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള മടി ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർ സ്റ്റുഡൻസിന് ചെറിയ രീതിയിലുള്ള അലസത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സരസ്വതി ദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. വിദേശത്ത് ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിഘ്നേശ്വര പ്രീതി, സരസ്വതി മന്ത്രം ദിവസവും ജപിക്കുക. അതുപോലെ തന്നെ കുടുംബദേവിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ്. കുടുംബത്ത് ചെറിയ രീതിയിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദമ്പതികൾക്കിടയിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടാകാനുള്ള സാധ്യത വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. ബിസിനസ് സംബന്ധമായിട്ട് വളരെ നല്ല വാരമാണ്. ബിസിനസ് തുടങ്ങാനൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള നല്ല വാരമാണ്. ഔദ്യോഗികപരമായിട്ട് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താൽ പോലും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ, നിങ്ങൾ ആ ഒരു വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ വർക്കിൽ, ജോലിയിൽ ചെറുതായിട്ട് കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പക്ഷെ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ദൈവാധീനമുള്ള ഒരു വാരമാണ്. ഫിനാൻഷ്യൽ ഡീലിങ്സ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഭാഗ്യപരമായിട്ട് ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത, ഭാഗ്യപരമായി അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ചെറിയ തടസ്സം ഈ ഒരാഴ്ച നേരിടുന്നതാണ്. അതുപോലെ വീട് പണിയുന്നവർക്കും അങ്ങനെയുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പണം കടം കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും അനാവശ്യ ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയും വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ബഡ്ജറ്റിന് പുറത്തോട്ടുള്ള ചിലവുകൾ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്, അതൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. അടുത്തത് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. ധനുക്കൂർ നക്ഷത്ര ജാതകരായ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് നല്ല ഒരു വാരമാണ്. നല്ല രീതിയിലുള്ള ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല ഒരു വാരമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല സമയമാണ്. കുട്ടികൾക്ക് പൊതുവെ ദൈവാധീനമുള്ള ഒരു വാരമാണ്. ബിസിനസ് സംബന്ധമായിട്ടും അതുപോലെ തന്നെ ജോലി അന്വേഷിക്കുന്നവർക്കും വളരെ നല്ല വാരമാണ്. ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യുന്നവർക്കും നല്ല ദൈവാധീനമുള്ള ഒരു വാരമാണ്. പണം അങ്ങനെ എന്തെങ്കിലും ബ്ലോക്കായി കിട്ടാൻ, എന്തെങ്കിലും കുടിശ്ശികയുള്ള പണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ള ദൈവാധീനം ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നല്ല ഭദ്രമായിട്ടുള്ള ഒരു വാരമായിട്ടാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നത്. ശത്രുപരമായിട്ടുള്ള തടസ്സം ഈ ഒരാഴ്ച നിങ്ങളെ അങ്ങനെ ബാധിക്കുന്നതല്ല. അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി നിൽക്കുന്നതാണ്. കുടുംബത്തെ ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്. അങ്ങനെയുള്ള വളരെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു വാരമായിട്ടാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ഹനുമാൻ സ്വാമിയെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഹനുമാൻ ചാലിസ പറ്റുമെങ്കിൽ ദിവസവും ജപിക്കുക. പൂർണ്ണമായിട്ടും തടസ്സങ്ങളെല്ലാം മാറി കിട്ടുന്നതാണ്. അതുപോലെ ഭാഗ്യപരമായിട്ട് ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന വാരമാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. അടുത്തത് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്തൊരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മകരക്കൂർ നക്ഷത്ര ജാതകരായ ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം പകുതി. മകരക്കൂർ നക്ഷത്ര ജാതകർക്കും നല്ല സമയമാണ്. അവർക്ക് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് രണ്ടും ഇടകലർന്ന ഒരു സമയമാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നത്. ശനീശ്വര മന്ത്രം ദിവസവും ജപിക്കുകയാണെങ്കിൽ തടസ്സങ്ങൾ എല്ലാം മാറി പൂർണ്ണമായിട്ടുള്ള ശനീശ്വര കൃപ കിട്ടുന്നതാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്. കാരണം ശനി അനുഗ്രഹിച്ചു നിൽക്കുന്ന ഒരു ഭാവത്തിലാണ്.
പൂർണ്ണമായിട്ടുള്ള ഒരു കടാക്ഷം കിട്ടണമെങ്കിൽ ദിവസവും ശനീശ്വര മന്ത്രം നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വര, ഈ ഒരു മന്ത്രം ദിവസവും 3 തവണ എങ്കിലും കുറഞ്ഞത് ജപിക്കുക. ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള തടസ്സങ്ങൾ ചൊവ്വാഴ്ച വരെ ഉണ്ടാകുമെങ്കിലും അതിനുശേഷം അനുകൂലമായിട്ടുള്ള നല്ല രീതിയിൽ ദൈവാധീനമുള്ള ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ബിസിനസ് സംബന്ധമായിട്ട് തടസ്സങ്ങളെല്ലാം മാറും. ബിസിനസ് എക്സ്പാൻഷന് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു വാരമാണ്. ശത്രുപരമായി ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്നായാലും അതുപോലെ തന്നെ ബിസിനസ് സംബന്ധമായിട്ടാണെങ്കിലും ഔദ്യോഗികപരമായിട്ടാണെങ്കിലും ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് ഫിനാൻഷ്യൽ ഡീലിങ്സ് നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതയും ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ചിലർക്കെങ്കിലും കാണിക്കുന്നതാണ്. പൊതുവെ ചിലർക്കെങ്കിലും അങ്ങനെയുള്ള ഈ ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതകൾ, അതുപോലെ ചിലവ് കൂടി നിൽക്കാനുള്ള സാധ്യതകളും മകരക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണം ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഫുഡ് അലർജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. വിവാഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അടുത്തത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. കുംഭക്കൂർ നക്ഷത്ര ജാതകരായ അവിട്ടം പകുതി, ചതയം, പൂരുരുട്ടാതി മുക്കാൽ ഭാഗം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് മഹാലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. അതുകൊണ്ട് തന്നെ ദിവസവും മഹാലക്ഷ്മി അഷ്ടകം ദിവസവും 3 തവണ വിളക്ക് തെളിയിച്ച് മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുക. നല്ല രീതിയിലുള്ള സാമ്പത്തിക ഭദ്രത ഉള്ള ഒരു വാരമാണ്. കുടുംബത്തിൽ നിന്ന്, പിതാവിൽ നിന്ന് അങ്ങനെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള സഹായം, അതുപോലെ കുടുംബത്തിൽ നിന്ന് അങ്ങനെയുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഡീലിങ്ങും കാര്യങ്ങളെല്ലാം വളരെ ഭദ്രമായിരിക്കും. ശാന്തിയും സമാധാനവും ഐശ്വര്യവും തീർച്ചയായിട്ടും കുടുംബത്തിൽ നിലനിൽക്കുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് വളരെ നല്ല സമയമാണ്. നിലവിൽ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറി നിൽക്കുന്നതാണ്. ശത്രുപരമായി ചെറിയ തടസ്സം ഉണ്ടാകാനുള്ള സാധ്യത കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്കും കാണിക്കുന്നതാണ്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ വളരെ ഭദ്രമായിരിക്കും. അതുപോലെ തന്നെ വിവാഹം ആലോചിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ് സംബന്ധമായിട്ട് നല്ല സമയമാണ്. പ്രത്യേകിച്ച് ബിസിനസ് പുതിയതായിട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ ഒക്കെ ശ്രമിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ്. കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള അലസത ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിനും ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം നമുക്ക് നോക്കാം. മീനക്കൂർ നക്ഷത്ര ജാതകരായ പൂരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രം. മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള ഒരു വാരമാണ്. പ്രത്യേകിച്ച് ഹനുമാൻ സ്വാമി കടാക്ഷം, അതുപോലെ ശിവ ഭഗവാന്റെ അനുഗ്രഹവും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വാരമാണ്. ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുക, ശിവ പഞ്ചാക്ഷരം ജപിക്കുക, അതുപോലെ മഹാലക്ഷ്മി അഷ്ടകം കൂടി ജപിക്കുകയാണെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായി തീരും. ജോലിയിലുള്ള നിലവിലുള്ള തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ്. കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. പഠന സംബന്ധമായി നല്ല സരസ്വതി ദേവി കടാക്ഷം നിറഞ്ഞു നിൽക്കുന്നു. ഹയർ സ്റ്റഡീസിന് പുറത്തു പോകാൻ പ്ലാൻ ചെയ്യുന്ന കുട്ടികൾക്കും വളരെ നല്ല സമയമായിട്ടാണ് കാണിക്കുന്നത്. ജോലിയിൽ ശ്രദ്ധ കൂടുതൽ കേന്ദ്രീകരിച്ച് നല്ല രീതിയിലുള്ള ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായകരമാകുന്നു. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്നതാണ്. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് കൂടുതൽ അലസത ഉണ്ടാകാനുള്ള സാധ്യതയും കാൽമുട്ടിന് വേദന, മുടി പൊഴിയാനുള്ള സാധ്യതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക്, പ്രത്യേകിച്ച് അതുപോലെ തന്നെ നയന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നതാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. അതുപോലെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വാരമായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ധനനഷ്ടങ്ങളെല്ലാം ഈ ഒരാഴ്ച മാറി നിൽക്കുന്നതാണ്. ചിലവുകൾ നിങ്ങൾക്ക് പിടിച്ച രീതിയിൽ നിയന്ത്രിക്കാൻ, ആ ഒരു കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റിയ, നിയന്ത്രിച്ച് നിർത്താൻ പറ്റിയ ഒരു വാരമായിട്ടാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് പൊതുവെ കാണിക്കുന്നത്. ബിസിനസ് സംബന്ധമായിട്ടും ബിസിനസ് എക്സ്പാൻഷൻ ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള വാരമാണ്. ഇതാണ് 27 നക്ഷത്ര ജാതകരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. എൻ്റെ ചാനൽ
MS-4 ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പേഴ്സണലി അങ്ങനെ അറിയാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ വിളിച്ചോ ബുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. എല്ലാവർക്കും നല്ല ഒരു ആഴ്ച നേരുന്നു. നന്ദി, നമസ്കാരം.